സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ ഒരു ടെക്നോളജി പരമായിട്ടുള്ളൊരു വീഡിയോ നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഈ ചാനലിനകത്ത് ടെക് പരമായിട്ടായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് DSLR സൈസിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി നമുക്ക് ഫോൺ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. പലർക്കും അതറിയാത്തൊരു കാര്യമാണ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പ്രൊഫഷണൽ ടൈപ്പിൽ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് ആയാലും ഗെയിമിംഗ് പരമായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ നമുക്ക് വീഡിയോ ഗൈസ്, നമ്മൾ ഫോണിനകത്ത് എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോഗ്രാഫി നമുക്ക് എടുക്കാൻ സാധിക്കും, അതല്ല ഒരു DSLR ടൈപ്പിലുള്ള പിക്ക് നമുക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പക്ക DSLR ഷോട്ട് എടുക്കാമെന്നല്ല കേട്ടോ. പക്ക DSLR ഷോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് DSLR തന്നെ വേണം. എന്നാൽ ഫോൺ വെച്ച് നമുക്ക് ഏകദേശം DSLRലുള്ള ഷോട്ട്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമറ ബേസ് നമ്മൾ എല്ലാവരും ഒന്ന് പരിശോധിച്ചിരിക്കണം. നമ്മുടെ ക്യാമറ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം, സാധാരണ ഒരു മൊബൈൽ ക്യാമറ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നോർമൽ ക്യാമറ ആ ഓപ്പൺ ആയി വരുന്ന സെക്ഷനിൽ തന്നെയാണ് നിങ്ങൾ ഫോട്ടോസ് എടുക്കാറുള്ളത്. ഫോട്ടോ എന്നുള്ള സെക്ഷനിൽ തന്നെ ആയിരിക്കും ഫോട്ടോ എടുക്കുന്നത്. ഇത് ഒരു പോക്കോ M3 വേരിയൻ്റ് ആണ് ഈ ഫോൺ. നിങ്ങൾക്ക് ബാക്കിലായിട്ട് 3 ക്യാമറ കാണാം, ട്രിപ്പിൾ ക്യാമറ കാണാം. അത് സൂപ്പർ ട്രിപ്പിൾ ക്യാമറ എന്ന് പറഞ്ഞ രീതിയിൽ 3 ക്യാമറാസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിലെ ഒരു ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മെയിൻ ക്യാമറയാണ് ഈ സെൻറ്ററിൽ കാണുന്ന ക്യാമറയാണ് മെയിൻ. അതുപോലെ ബാക്കി 2 ക്യാമറകളും ഡെത്ത് സെൻസറാണ്. എന്ന് വെച്ചാൽ ഒരു ക്യാമറ ഡെത്ത് സെൻസറാണ്, 2 MB ഡെത്ത് സെൻസറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനുള്ള ഒരു സെൻസറാണ് ഡെത്ത് സെൻസർ. മേളത്തത് മൈക്രോ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ്. മൈക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ വസ്തുക്കളെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഒരു സെൻസറാണ് മൈക്രോ ഫോട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ 3 ക്യാമറകളാണ്, ഇങ്ങനെ 3 സെൻസേഴ്സാണ് നമ്മുടെ പോക്കോ M3യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക് ക്യാമറയിലായിട്ട്, ഫ്രണ്ടിലായിട്ട് ഒരു 13 MB ഒരു റിയൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്യാമറ ഓപ്ഷൻസിലോട്ടൊന്ന് പോകാം. നമ്മൾ ക്യാമറ ഓപ്ഷൻസ് പലരും ചെക്ക് ചെയ്യാതെ പോയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഓപ്ഷൻസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോ, വീഡിയോസ്, ഫോട്ടോസ്, പോർട്രേറ്റ്, മോർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ പോക്കോ M3ക്കകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, 48 MB ഓപ്ഷൻസ് ഉണ്ട്, ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പനോരമ ഓപ്ഷൻ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സ്ലോ മോഷൻ ഉണ്ട്, ടൈം ലാൻഡ്സ്കോപ്പ് ഉണ്ട്, AI വാട്ടർ മാർക്ക് ഉണ്ട്, എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഒരു ക്യാമറയുടെയൊക്കെ മാക്സിമം ഉള്ള ഓപ്ഷൻസ്. ഇനി നിങ്ങൾ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ, നോർമൽ ഫോട്ടോ സെൻസർ ഓപ്ഷൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫോട്ടോ സെൻസർ എടുക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ മേളത്തെ ഒരു ഐക്കൺ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കണ്ടുപോക്കാം. നിങ്ങൾക്ക് സെൻസേഴ്സ് ഞാൻ ഇങ്ങനൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങൾക്ക് ക്യാമറ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മേളിൽ ഫോട്ടോസ് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. മോർ ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് ഇത്രയും ഒരു സെൻസേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ക്യാമറയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് മൊബൈൽ ക്യാമറയിൽ ഇത്രയും ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരു 100ൽ ഒരു 50% ആൾക്കാരെങ്കിലും ഇത്രയും ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും. ബാക്കി 50% അല്ലെങ്കിൽ ഒരു 60% അല്ലെങ്കിൽ ഒരു 30% ആൾക്കാർ പോലും ഇത്ര ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ മൊബൈൽ ക്യാമറയിൽ പല ഫീച്ചേഴ്സും ട്രൈ ചെയ്യാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഈ ട്രൈ ചെയ്യാത്തവർ ഈ ഫീച്ചേഴ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മൊബൈലിൽ ഒരു ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഞാൻ ഒരു പോർട്രേറ്റ് ഓപ്ഷൻ നിങ്ങൾ കാണിക്കുകയാണ്. പോർട്രേറ്റ് ഓപ്ഷനിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പറഞ്ഞ 2 MB ഡെത്ത് സെൻസറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ സെൻറ്റർ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെത്ത് സെൻസറും വർക്ക് ചെയ്യുന്നുണ്ട്. 2 ക്യാമറാസ് അവിടെ ഒരേ സമയം വർക്ക് ചെയ്യുവാണ് നമ്മൾ പോർട്രേറ്റ് മോഡ് ഇട്ടാൽ. അപ്പോൾ നിങ്ങൾ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പിക്ചർ എടുക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ബ്ലർ കിട്ടും. പക്ഷേ അത്ര നല്ലൊരു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ബ്ലറായിരിക്കത്തില്ല. നമ്മുടെ ഒരു DSLRൽ വരുന്ന ആ ഒരു ബ്ലറായിരിക്കത്തില്ല. ചില ഭാഗങ്ങളിലൊക്കെ ചെവിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എവിടെയിലോട്ടൊക്കെ ഇച്ചിരി ബ്ലർ കയറിയിരിക്കും. പക്ഷെ അത് അങ്ങനെ അറിയില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ പിക്ചറിലെ ബ്ലർനെസ് അല്ലെങ്കിൽ അവിടെ കയറിയേക്കുന്ന ബ്ലർ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പം നോർമലി നിങ്ങൾക്ക് ഇങ്ങനൊരു രീതിയിൽ അല്ലെങ്കിൽ പോർട്രേറ്റ് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ പോർട്രേറ്റ് ഇപ്പോഴത്തെ പോക്കോ വേരിയൻ്റ് ആയാലും ഇപ്പോഴത്തെ പുതിയ ഫോണുകളിൽ ഏത് വേരിയൻ്റിലായാലും നമ്മൾ സെൻസർ അല്ലെങ്കിൽ ഫോക്കസ് സെൻസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. എന്ന് വെച്ചാൽ എഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ എഫ് 2.3 2.5 അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോർട്രേറ്റ് മോഡിനകത്ത് ഫോക്കസ് സെൻസാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോർട്രേറ്റ് മോഡ് നമ്മൾ ഫോട്ടോസിനകത്ത് പ്രോ മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോ മോഡ് ക്യാമറയ്ക്കകത്ത് പ്രോ മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രോ മോഡാണ് നമ്മുടെ ഈ മൊബൈൽ ക്യാമറയിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രോ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന ഒരു മോഡാണ് പ്രോ മോഡെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പ്രോ മോഡലിനകത്ത് നമുക്ക് 5 ഓപ്ഷൻസ് താഴെ തന്നെ കാണാം. WB, FS, ISO, EV. നമ്മൾ എഫ് എന്ന് വെച്ചാൽ ഫോക്കസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഷട്ടർ അല്ലെങ്കിൽ സെൻസർ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ എസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ രീതിയിൽ ഷട്ടർസ് ഓട്ടോ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, നിങ്ങൾക്ക് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്നെസ് ആയി. കാര്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാർക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അത് ഏറ്റവും നമ്മൾ ഏകദേശം ഇട്ടിരിക്കുന്ന ഫോക്കസ് സെൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ലോക്ക് ചെയ്തിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇട്ടിരിക്കുന്ന ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ 1/400 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു കളർ സെൻസ് നമുക്ക് അവിടെ നിങ്ങൾക്ക് മാറുന്നതാണ്. ആ വിൻഡോയുടെയൊക്കെ ഒരു കളറുണ്ട്, റെഡ് കളർ നമുക്കൊരു ബ്ലാക്ക്നെസ് അല്ലെങ്കിൽ ഒരു വേറൊരു കളർ ഫീലിൽ നമുക്ക് ആക്കാൻ പറ്റും. അത് നല്ലതാണ്. അതേപോലെ തന്നെ ഫോക്കസ് ഫോട്ടോസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു വസ്തുവിനെ നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എത്ര വേണം ആ ഒരു അഡ്ജസ്റ്റിലിട്ടിട്ട് നിങ്ങൾക്ക് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. വസ്തുവിനെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ മെയിൻ കാരണം നിങ്ങൾ ലൈറ്റ് റേസ് എടുക്കുന്നുണ്ടോ? ലൈറ്റ് റേസ് ഇമേജസ് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? DSLR ഉപയോഗിച്ച് മാത്രമല്ല ലൈറ്റ് റേസ് എടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചും നമുക്ക് ലൈറ്റ് റേസ് എന്ന് പറഞ്ഞൊരു ഇമേജ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ലൈറ്റ് റേസ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഈ ഷട്ടറിനകത്ത് ഷട്ടർ സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ 1.8 1.60 അതൊക്കെ വരുമ്പോൾ നമുക്കൊരു ലൈറ്റ് റേസ് ഇമേജ് കവറപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലൈറ്റ് റേസ് നമ്മൾ എടുക്കുമ്പോൾ കണ്ട നമ്മുടെ ക്യാമറ ഇച്ചിരി സ്റ്റക്കായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും. പക്ഷേ അത് ലൈറ്റ് റേസിൻ്റെയാണ്. ഈ ലൈറ്റ് റേസ് എടുക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ട്രൈപോഡ് മസ്റ്റായിട്ട് നമുക്ക് വേണം. നമ്മൾ കയ്യിൽ വെച്ച് ലൈറ്റ് റേസ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാര്യം കയ്യിൽ വെച്ച് നമ്മൾ എങ്ങനെ എടുത്താലും ആ ഫോണിൻ്റെ ഒരു ചെറിയ ഷേക്ക്നെസ് പോലും നമുക്ക് ആ ഒരു ഫോക്കസ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ബ്ലറായിട്ട് അല്ലെങ്കിൽ ഒരു ഷേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലൊരു രീതിയിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നല്ലൊരു ട്രൈപോഡ് യൂസ് ചെയ്യുക. ആ ട്രൈപോഡിൽ വെച്ച് ഫോൺ ഹോൾഡ് ചെയ്ത ശേഷം ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെക്കുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വെക്കുക. അതിന് പുറമെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന 16 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 8 സെക്കൻഡിൽ നമ്മൾ ലൈറ്റിങ് പാസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം വരുന്ന ഔട്ട്പുട്ടാണ് ലൈറ്റ് റേസ് ഇമേജ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് ഈ ഇമേജസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. ലൈറ്റ് റേസ് ഇമേജ് നമുക്ക് ഇപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ഒരു ലൈറ്റ് പോലും നമുക്ക് പാടില്ല. ഇപ്പോൾ നമ്മുടെ വെളിയിൽ നിന്നുള്ള സൺലൈറ്റ് നമ്മുടെ റൂമിലോട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ബോക്സിൻ്റെ ലൈറ്റ് ഓണാണ്, ബാക്ക്ഗ്രൗണ്ടിൽ PC അതിൻ്റെയൊക്കെ ലൈറ്റ് ഓൺ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് റേസ് എടുക്കാൻ സാധിക്കില്ല. ലൈറ്റ് റേസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് സ്ട്രീറ്റ് ലൈറ്റ് ആയാൽ പോലും ഒരു ലൈറ്റ് പോലും നമുക്ക് ആവശ്യമില്ല. ഒരു നല്ല ഇരുട്ടുള്ള റൂമായിരിക്കണം, അല്ലെങ്കിൽ ഡാർക്ക് ആയിരിക്കണം. നൈറ്റിൽ നമ്മൾ ലൈറ്റ് റേസ് എടുക്കാൻ നമുക്ക് നല്ലപോലെ പറ്റും. നല്ല ഇരുട്ടുള്ള ഭാഗത്തോട്ട് പോവുക, നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ലൈറ്റ് റേസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഏതെങ്കിലും ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈറ്റായിട്ടേ കിട്ടത്തുള്ളൂ. നമുക്ക് ഒരിക്കലും നല്ലൊരു ഔട്ട്പുട്ട് ഇമേജ് കവറപ്പ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ലൈറ്റ് റേസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഫോണിനകത്ത് ലൈറ്റ് റേസ് എടുക്കാൻ സാധിക്കുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈപോഡ് വേണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വെക്കണം. ലൈറ്റ് റേസ് ഇടുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷട്ടറിനകത്ത് നമുക്ക് എപ്പോഴും 1/16 പറ്റത്തില്ല, 1/8, 1/6, 1/5 അങ്ങനെ ഏറ്റവും കൂടുതൽ കുറയുന്ന അനുസരിച്ച് ലൈറ്റ് റേസ് ഇമേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 60 മുതൽ നമുക്ക് ലൈറ്റ് റേസ് ഇമേജ് കവറപ്പ് ചെയ്യാൻ സാധിക്കും. ഷട്ടറിനകത്ത് 1.16 ഇടുവാണെങ്കിൽ നമുക്ക് ലൈറ്റ് റേസ് സാധിക്കും എടുക്കാൻ. പിന്നെ നിങ്ങളുടെ ഇ വി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പ്ലോഷനാണ്. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് കൂട്ടുന്നതും ബ്രൈറ്റ് കുറയ്ക്കുന്നതുമാണ് എക്സ്പ്ലോഷൻ. ബ്രൈറ്റ്നസ് അല്ലാതെ തന്നെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ലൈറ്റിങ് വരുന്നതാണ്. കാര്യം നമ്മൾ സാധാരണ എടുക്കുന്ന ഏതൊരു ഇമേജിലായാലും നമ്മൾ നോക്കുന്നത് എക്സ്പ്ലോഷൻ കുറയ്ക്കാനാണ്. എക്സ്പ്ലോഷൻ ഉള്ള ഒരു ഇമേജിനെന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് അത്ര ഭംഗിയായിട്ട് വരത്തില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിനകത്തായാലും നമ്മൾ എക്സ്പ്ലോഷൻ കുറയ്ക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോണാണ് നിങ്ങൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് റൂം സ്നാപ്നീഡ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഔട്ട്പുട്ട്
ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ PC-ലാണെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട് ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അഡോബിൻ്റെ ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പുമാണ് ഇച്ചിരി കൂടെ ബെറ്റർ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ്, നിങ്ങൾ പ്രോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലെടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കാം, നിങ്ങൾക്കത് കാണാം. അപ്പം ആ ഒരു ഫോട്ടോസിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാത്ത ഒറിജിനൽ ഫോട്ടോസാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോസും കാണിക്കുന്നുണ്ട്. രണ്ടും ടെസ്റ്റഡ് ആയിട്ട് ഞാൻ എഴുതി കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഒക്കെ. അപ്പോൾ ഗെയ്സ്, എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 വീഡിയോസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.